ഹലോ, ഇന്ന് 5 മാസങ്ങൾക്കും 8 ദിവസത്തിന് ശേഷം എൻ്റെ കെട്ടിയോൻ ഇവിടെ ജപ്പാനിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. 5 മാസം ഞങ്ങൾ കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് എന്താണെങ്കിലും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ദിവസമാണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഒരു വ്ളോഗ് ചെയ്യാം. അപ്പോൾ ഞാൻ പുള്ളിയിൽ ഇറങ്ങി എയർപോർട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഞാൻ ഓർത്തൊരു ബൊക്കെയൊക്കെ വാങ്ങണ്ടേ, വെറും കൈയോടെ സ്വീകരിക്കാൻ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ നേരെ ഇവിടുത്തെ അടുത്തുള്ളൊരു ഫ്ലവർ ഷോപ്പിലേക്ക് പോവുകയാണേ. സുവാസേ, ഇതൊരു ചെറിയ ഷോപ്പായിരുന്നാലും കുറേ വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് നമുക്കതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവർ നമുക്കതൊരു ബൊക്കെ പോലെ സെറ്റ് ചെയ്ത് തരുമായിരുന്നു. ജപ്പാൻകാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മെയിനായിട്ടും ട്രാൻസ്ലേറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ആംഗ്യ ഭാഷയൊക്കെ ഉപയോഗിച്ച്, പിന്നെ ചില ആളുകൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ മനസ്സിലാവും. ഒരു പതിയെ ഒരു ചെറിയ കീവേഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ ചേച്ചിയുടെ അടുത്ത് ഞാൻ കുറച്ച് ആംഗ്യവും കുറച്ച് ഇംഗ്ലീഷും പിന്നെ ട്രാൻസ്ലേറ്ററും ഒക്കെ യൂസ് ആക്കിയിട്ട് എന്തായാലും കാര്യങ്ങൾ നമ്മുടെ കാര്യം നടക്കും. പിന്നെ ഈ ബൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി നല്ല രസമായിരുന്നു കേട്ടോ. ഇതുണ്ടാക്കുന്നതിനിടയിൽ ഇവരുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഞാൻ എവിടെ നിന്നാണ്, എത്ര നാളെ ജപ്പാനിൽ വന്നിട്ട്, ഞാൻ ടീച്ചറാന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സെൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു സ്നേഹമായിരുന്നു. അങ്ങനെ വിശേഷം പറച്ചിലിനിടയിലും പുള്ളിക്കാരൻ നല്ല സ്പീഡായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ബൊക്കെ വാങ്ങിച്ച് ഞാൻ നേരെ എയർപോർട്ടിലേക്ക്. ഇവിടെ എയർപോർട്ടിനുള്ളിൽ നമുക്കും കയറാൻ പറ്റും. എനിക്കിത് എവിടെ സ്ഥലം അറിയില്ല, എവിടെയാണെന്ന് അറിയത്തില്ലാണ്ട് തേരപ്പാര നിന്നപ്പോൾ ഈ സെക്യൂരിറ്റി ചേട്ടൻ എനിക്ക് കാണിച്ചു തന്നു. ഇറങ്ങി വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടേ ഒരാൾ വീഡിയോ എടുക്കണമെന്ന്. എന്നിട്ട് എന്താ അറിയാണ്ട് ഒരാൾ എക്സിറ്റ് വഴി ഇറങ്ങിപ്പോയി. പിന്നെ മാറി നിന്ന് എന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ അടുത്തിരിക്കുന്ന ഈ ചെക്കൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. വളരെ അപ്രതീക്ഷിതമായി കണ്ടുകൊണ്ട് നേരെ വേണ്ട വീഡിയോ പോലും എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റിയില്ല. ഞാൻ വീഡിയോ എടുത്ത് അയച്ചു നിനക്ക്, അത് നീ സെൻഡ് ആകാത്ത എൻ്റെ കുഴപ്പമാണ്. നീ വന്ന് നിൽക്കുന്നേ കണ്ടായിരുന്നു. ഞാൻ പൂവൊക്കെ വാങ്ങിച്ചു ഞാൻ തരാനായിട്ട്. അത് ഞാൻ എങ്ങനെ തരുന്നേ? ഞങ്ങൾ പിന്നെ എവിടെ പരിപാടി ഒഴിപ്പിച്ചാലും അവസാനം ഇങ്ങനെ ആവുമല്ലോ. അതുകൊണ്ട് തന്നെ വീഡിയോ ഞങ്ങൾ അങ്ങ് റീക്രിയേറ്റ് ചെയ്യും. പിന്നെ അഭിനയിച്ചങ്ങ് തകർക്കായിരുന്നു. ഒട്ടും ആർട്ടിഫിഷ്യലായിട്ട് തോന്നില്ലല്ലോ അല്ലേ? പിന്നെ അഭിനയിച്ച് തളർന്ന എൻ്റെ കെട്ടിയവന് ഒരു സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം ഞാൻ വന്നതോ ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലേ ഇവിടെ വന്നേ. ജപ്പാനിലെ ടാക്സികളിൽ ഇതുപോലെ സ്ക്രീനും അതുപോലെ മാഗസിൻസും ഒക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ താമസിക്കുന്ന ഈ ഫുക്കോക്ക പ്രിഫെക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജില്ലകളില്ല. അതുപോലെ തന്നെ ജപ്പാനിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ ലിവിങ് ആണ്. കാരണം അത്രയും നല്ലൊരു സ്ഥലമാണിത്. അത്ര സിറ്റി വെബ് ഉണ്ടെന്ന് വെച്ചാൽ അതുണ്ട്, കുറച്ച് കൺട്രി സൈഡ് വെബ് ഉണ്ടെന്ന് വെച്ചാൽ അതുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എൻ്റെ സ്വന്തം നാട് ഇടുക്കിയിൽ താമസിക്കുന്ന ഒരു ഫീൽ ചില സമയത്ത് കിട്ടും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് പെട്ടിയെല്ലാം കയറ്റിയപ്പോൾ ഉള്ള കാഴ്ച കാണിക്കാം. പെട്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ 3 പെട്ടികൾ, പിന്നെ ഇപ്പം വന്ന 3 പെട്ടികൾ. പെട്ടി വയ്ക്കാൻ മാത്രമേ ഇവിടെ ഇപ്പോൾ സ്ഥലമുള്ളൂ. ഇതെല്ലാം ഒതുക്കണം. ഇപ്പം ഞങ്ങൾ പെട്ടി പൊട്ടിച്ച് മീൻകറിയും ബീഫലത്തിയും എടുക്കുവാണ്. മണത്തിട്ട് എനിക്ക് കൊതിയാവുന്നു. എനിക്കിപ്പം ചോറും മീൻകറിയും കഴിക്കണം, ബീഫും. അയ്യോ, കറിവേപ്പിലയുടെ ഒക്കെ മണം. എനിക്ക് മൂക്കടങ്ങിയിരിക്കും, എന്നിട്ട് പോലും എനിക്ക് മണം അറിയാം. ഇതിൻ്റെയൊക്കെ മണമൊക്കെ അടിച്ചിട്ട് പിന്നെ വിശപ്പിൻ്റെ വിളി വന്ന് പിന്നെ ഞങ്ങൾ നോക്കിയാൽ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ നോർത്തു. എരിവായിരിക്കും. ഫസ്റ്റ് ടൈം ജാപ്പനീസ് ഫുഡ് കഴിക്കുന്ന എൻ്റെ കെട്ടിയവനാണ്. പ്രൈസ് കൊള്ളാം. എനിക്ക് ഉടോണ്ട് ഇതാ അറിയേണ്ടത്. ചോപ്സ്റ്റിക്ക് പിടിക്കാൻ നന്നായിട്ട് അറിയാം. തൊപ്പി വെച്ച് കഴിക്കണമെന്ന് പറഞ്ഞോണ്ടല്ലേ തൊപ്പി എടുത്തോണ്ട് വന്ന്. ജപ്പാനിൽ വരുമ്പോൾ തൊപ്പി വെക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം കറക്റ്റാണ്. കാണത്തില്ല, ഒട്ടും കാണില്ല. ഇഷ്ടപ്പെട്ടോ? ഈ ടേസ്റ്റ് പറ്റുമോ? പറ്റുമല്ലേ? ജീവിച്ചു പോകാൻ പറ്റുമല്ലേ? എന്നാ പ്രൊഫഷണലായിട്ടാണ് കഴിക്കുന്നത്. ജാപ്പനീസ് കറി കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട്.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. എന്തായാലും വൈകിട്ടത്തേന് കപ്പ വേവിച്ച് മീൻകറി കൂട്ടി കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത് ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. അതും വാങ്ങിച്ച് നേരെ വീട്ടിൽ പോയി. നാട്ടിൽ നിന്ന് കെട്ടിയ വന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അമ്മയും അമ്മായിയമ്മയും അമ്മായിയച്ഛനും എല്ലാവരും ഉണ്ടാക്കി തന്ന വിഭവങ്ങൾ, നല്ല ഒന്നാന്തരം മീൻകറി, നല്ല ബീഫ് ഒലത്തിയത്. എനിക്കറിയത്തില്ല, ഞാൻ ഇത്രയും നാളും ഈ സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. ഞാൻ ടേസ്റ്റ് പറയാൻ വാക്കുകളില്ല. എനിക്ക് ബീഫ് കറിയും പൊളി സൂപ്പർ. മീൻകറി പറഞ്ഞ കാര്യമില്ല അമ്മ, മീൻ ഇച്ചിരി പൊടിഞ്ഞ് വയ്ക്കുന്നു. വന്നപ്പം പൊടിഞ്ഞാന്ന് തോന്നുന്നു. മീൻ കഷ്ണമൊക്കെ ഇച്ചിരി പൊടിഞ്ഞു. എന്നാലും എത്ര നാളായി. താങ്ക് യു അമ്മ, ഉമ്മ, ഡാഡി ഉമ്മ, മമ്മി ഉമ്മ, കെട്ടിയവനും ഉമ്മ. കെട്ടിയോ ബിരിയാണി ചവിട്ടുകാരനല്ലേ? സത്യം എന്നോട് കിട്ടിയെന്ന് ചോദിച്ചത്, ഞാൻ വന്നത് ഇതൊക്കെ കിട്ടാന്നുള്ളൊരു ആക്രാന്തമായിരുന്നല്ലോ. പിന്നെ ചോദിച്ചാൽ നിനക്ക് എന്നെയായിരുന്നു കണ്ടത്, ഇതൊന്ന് സാധനങ്ങളായിരുന്നു വേണ്ടിയിരുന്നെന്നാണ് ചോദിച്ചത്. ഹലോ, അപ്പോൾ നമ്മൾ റെഡിയായി പുറത്തുനിന്ന് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ് കേട്ടോ ജപ്പാനിൽ വന്നിട്ട്. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഇൻ ജപ്പാൻ? കുഴപ്പമില്ലായിരുന്നു. നന്നായിട്ട് ഉറങ്ങിയോ? ഉറക്കമൊക്കെ ക്ഷീണം ഉണ്ടായിരുന്നാലും നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. ഫ്ലൈറ്റിലെ യാത്ര, ലോങ് ജേർണി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല അടുത്തല്ലേ വന്നേ, അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ഉറക്കം കിട്ടി. ഇന്റർവ്യൂ എടുക്കുന്നവരുണ്ട്. അതെ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഇച്ചയുടെ ഫസ്റ്റ് ഡേ ഇൻ ജപ്പാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സെക്കൻഡ് ഡേയിലേക്ക് കടന്നു. നമുക്ക് വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം, ഓർഗനൈസ്ഡ് ആക്കണം. ഇന്നലെ കപ്പ വേവിച്ച് മീൻകറിയൊക്കെ കൂട്ടിക്കഴിയും. എനിക്ക് ഓർക്കുമ്പോൾ തന്നെ സൂപ്പറായിരുന്നു. അപ്പം അന്നേരം നമ്മൾ അത് ഉണ്ടാക്കിയപ്പോഴാണ് എന്തൊക്കെയോ സാധനങ്ങളുടെ കുറവുകൾ നമുക്ക് മനസ്സിലായി. ഇത് വേണം അത് വേണം എന്നൊക്കെ. അപ്പം ഞങ്ങൾ ഇപ്പം തന്നെ നമുക്ക് മെയിനായിട്ട് കുറച്ച് പാത്രങ്ങൾ മേടിക്കാനുണ്ട്. പാത്രങ്ങൾ വാങ്ങണം, ക്ലീൻ ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് വാങ്ങണം, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ അതൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. കാരണം ഇച്ച വന്നിട്ടെല്ലാം ഞങ്ങൾക്ക് ഒന്നിച്ച് അല്ലേ, നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ പുതിയൊരു അപ്പാർട്ട്മെന്റ് ജപ്പാനിലെടുത്തു. അപ്പം എല്ലാം ഒന്നിച്ച് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ അത്യാവശ്യം ഒരു മിനിമം വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഒരു മേജർ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടുത്തെ ദൈസോയിലാണ് പോകുന്നത്. പറ്റുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം, നോക്കട്ടെ. അപ്പം വേറൊന്നുമില്ല. ഇനി നമുക്ക് വീഡിയോ ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ്, പക്ഷേ എഡിറ്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്, ഇങ്ങനെ കിടക്കും, അതാണ് പ്രശ്നം. അപ്പൊ എന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം, നമുക്ക് ഒന്നിച്ച്. ഓക്കെ ഇങ്ങോട്ടാ. ഇവിടെ ഉള്ളവരെല്ലാം കൈ ഇങ്ങനെ പിടിച്ചാൽ നടക്കുന്നത്, പക്ഷെ എന്നെ കൈ പിടിക്കാൻ സമ്മതിക്കുക. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചോ. ജപ്പാനിലുള്ളവർക്ക് ഇങ്ങനെ നടന്നപ്പോഴേ ഞാൻ സ്വപ്നം കണ്ടായിരുന്നു, എന്റെ കെട്ടി വന്നിട്ട് എനിക്ക് ഇങ്ങനെ നടക്കണം എവിടെ നിന്ന്. നമ്മൾ പോണ വഴിക്ക് കണ്ട ഒരു സ്ഥലമാണ്. തൊട്ട് മുകളിൽ ഫുള്ള് നല്ല ഒരു സിറ്റി വൈബ്. താഴത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും നല്ലൊരു കൺട്രി സൈഡിൻ്റെ വൈബ്. നോക്കിയേ, പാടം എന്തോ ആണെന്ന് തോന്നുന്നു, ഉഴുതു മറിച്ചിട്ടേക്കുക. പക്ഷെ ഭയങ്കര ഒരിത്, അതായത് മുകളിൽ വലിയ സിറ്റി, ഭയങ്കര വണ്ടി ട്രാഫിക്, അങ്ങനെ ഒരു രീതി. ഇതാ ഇവിടെ വലിയൊരു കണ്ണാടി കാറ്റാടിയൊക്കെ വെച്ചിട്ട് കൊണ്ട് കാറ്റാടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സ്കൂള്. ഒരൊറ്റ വണ്ടികളെ പോലും വെറുതെ വിടാത്ത എൻ്റെ കെട്ടിയാണ്. എല്ലാ വണ്ടിയും നോക്കിയാൽ എല്ലാ പാർട്സും പിടിച്ച്. നാട്ടിൽ മോഹൻലാലിൻ്റെ മുറ്റത്ത് കിടക്കുന്ന വണ്ടിയാണ് ഇവിടെ ആരെയോ വീടിന് മുറ്റത്ത് കിടക്കുന്നത്. പാടം പൂത്തകാലം. അരിഞ്ഞിട്ട് ഇതിനകത്ത് കഴുകുകയും ചെയ്യും. പ്ലെയിൻ എടുക്കാം അല്ലേ? കൊള്ളാം. നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നടക്കുവാണേ. ഒത്തിരി സാധനമുണ്ട്. അപ്പോൾ വന്നിട്ട് ഫസ്റ്റ് ഷോപ്പിംഗ് പിടി ഡൈസോ എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ കുറച്ചധികം നടന്നു, വഴി കൂടെ എല്ലാം നടന്നു തേരാപ്പാര. അപ്പം അത്രയേ ഉള്ളൂ. ബായ്. ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ശരി, ബായ്. ഇതുവരെ തരികത്തോ.